ആദ്യ മത്സരത്തിൽ പോർച്ചുഗലിന് സമനില. ആഫ്രിക്കൻ ടീമായ കോങ്കോയാണ് പോർച്ചുഗലിനെ സമനിലയിൽ തളച്ചത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത്. മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ തന്നെ നെവസിന്റെ ഗോളിലൂടെ പോർച്ചുഗൽ ലീഡെടുക്കുകയായിരുന്നു. എന്നാൽ ഗോൾ അടിച്ചതിനു ശേഷമുള്ള പോർച്ചുഗലിന്റെ പ്രകടനം അത്ര നല്ലതായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിലെ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ കോങ്കോ ഒരു ഗോൾ മടക്കിയടിച്ച് സമനില പിടിച്ചു. ഫസ്റ്റ് ഹാഫിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച പോർച്ചുഗലിന് നിരാശയാർന്ന പ്രകടനമായിരുന്നു കാഴ്ചവെക്കാൻ സാധിച്ചത്. മികച്ച ഡിഫൻസീവ് പ്രകടനമായിരുന്നു കോങ്കോ നടത്തിയത്. നിരാശയാർന്ന പ്രകടനമായിരുന്നു പോർച്ചുഗൽ കാഴ്ചവെച്ചത്. അതിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് തന്നെ പറയേണ്ടി വരും. റൊണാൾഡോ ചിത്രത്തിലെ തന്നെ ഇല്ലായിരുന്നു. വളരെ ചുരുക്കം നിമിഷങ്ങളിൽ മാത്രമാണ് റൊണാൾഡോയ്ക്ക് പന്ത് ലഭിച്ചത് തന്നെ. ബ്രസീലിനും സ്പെയിനിനും ശേഷം ഇപ്പോൾ ഇതാ പോർച്ചുഗലും സമനിലയിൽ കുരുക്കിൽ വീണിരിക്കുന്നു. എന്തായാലും ആദ്യ മത്സരം മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള മത്സരങ്ങളിൽ റൊണാൾഡോയും സംഘവും തിരിച്ചു വരുമെന്ന് തന്നെയാണ് പോർച്ചുഗൽ ആരാധകർ വിശ്വസിക്കുന്നത്.